ഹായ് ഗായ്സ്, അയച്ചുകൊണ്ട് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. പലരും ഓഫീസ് കഴിഞ്ഞ് വീക്കെൻഡിന് വേണ്ടി വീട്ടിലേക്ക് പോകുന്ന നാട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നിങ്ങൾ പവർ ബാങ്ക് എടുക്കാൻ മറന്നുപോയെന്ന് വെച്ചു. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യാണ്, നിങ്ങൾ പവർ ബാങ്ക് എടുക്കാൻ മറന്നുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണും ചാർജ് തീരാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? അപ്പം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഗൈസ്, ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. അതേമാതിരി എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാൻ മറക്കല്ലേ. മിക്കവാറും നിങ്ങളായിട്ട് ഇൻട്രാക്ഷൻ നമ്മൾ ചെയ്യുന്നത് ഫേസ്ബുക്കിലും അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും കൂടെയാണ്. പ്രത്യേകിച്ച് ചാറ്റ്. വാട്സാപ്പിൽ ഞാൻ നമ്പർ അങ്ങനെ കൊടുക്കാറില്ല. കാര്യം മിക്കവാറും ഞാൻ ഓഫീസിലിരിക്കുമ്പോഴത്തേക്ക് ഈ സാധനം ദേവരെ ടിങ് ടോങ് എന്ന് പറഞ്ഞ് അടിക്കും. അപ്പം അത് എൻ്റെ മാനേജർക്കും ബുദ്ധിമുട്ടാവും, എനിക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് നമ്പർ തരാത്തത്. അപ്പോൾ നമ്മൾ ഇന്ന് മൊബൈൽ ചാർജ് ചെയ്യാൻ പോകുന്നത് ഈ സാധനം വെച്ചിട്ടാണ്. ഇത് 9 വോൾട്ട് ബാറ്ററിയാണ്. വേറൊരു സാധനം വേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് ആവശ്യം ഇതേമാതിരത്തെ 9 വോൾട്ട് ബാറ്ററിയാണ്. ഒന്നല്ല, നമുക്കൊരു 5 എണ്ണം വേണം. പിന്നെ വേണ്ടത് നമുക്ക് ഇതേമാതിരത്തെ ഒരു ചാർജറാണ്. സാധാരണ ചാർജർ മതി. ഇതേമാതിരത്തെ നമ്മുടെ OnePlusൻ്റെ പവർ ബ്രിക്ക് ഇല്ലേ, ഡാഷ് ചാർജിങ്, അത് സപ്പോർട്ട് ചെയ്യില്ല. അപ്പം പിന്നെ വേണ്ടത് 2 കണക്ടറാണ്. കണക്ടർ എന്ന് ഉദ്ദേശിച്ചത് 9 വോൾട്ടിൻ്റെ കണക്ടർ. ഇതില്ലെങ്കിൽ 2 കഷ്ണം വയറായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. ഈ ബാറ്ററീസ് കണ്ടോ, ഈ ബാറ്ററീസിൻ്റെ ഈ പൂ പോലത്തെ വശമാണ് പോസിറ്റീവ്. ഈ പൂ പോലത്തെ വശം നെഗറ്റീവാണ്. ഈ കുറ്റിയാണ് പോസിറ്റീവ്. അപ്പോൾ എല്ലാ ബാറ്ററി എടുക്കുക, എന്നിട്ട് പറഞ്ഞ രീതിക്ക് ഇതിൻ്റെ നെഗറ്റീവും ഇതിൻ്റെ പോസിറ്റീവും ഇങ്ങനെ അങ്ങോട്ട് ജോയിൻ ചെയ്യാം. കണ്ടോ? അതേമാതിരി ഇതിൻ്റെ പോസിറ്റീവും ഈ ബാറ്ററിയുടെ നെഗറ്റീവും തമ്മിൽ ജോയിൻ ചെയ്യാം. അതിനുശേഷം അതേമാതിരി ബാക്കിയുള്ളതെല്ലാം പിടിപ്പിക്കുക. നെഗറ്റീവും പോസിറ്റീവും സീരീസ്, ബേസിക്കലി സീരീസ് സർക്യൂട്ടായിട്ട് ഡിസൈൻ ചെയ്യാം ബാറ്ററി. ഇപ്പോൾ 5 ബാറ്ററി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ നെഗറ്റീവ് സൈഡിൽ ഈ പൂവലത്തെ വശത്ത് നമ്മൾ ഈ കണക്ടർ പിടിപ്പിക്കുക. പോസിറ്റീവ് വശം ഇതാണ് പോസിറ്റീവ് വശത്ത് അതിൻ്റേതായിട്ടുള്ള കണക്ടറും പിടിപ്പിക്കുക. ഓക്കെ, കണക്ടർ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഇത് കണ്ടോ, ഫോൺ നമുക്കെടുക്കാം. ഇതാണ് നമ്മുടെ OnePlus 5T. ഈ ഫോൺ എടുക്കാം. ഇനി ഈ ചാർജറാണ്. ചാർജറിൻ്റെ വയർ നമുക്ക് ഇതിൽ കുത്താം. അതിനുശേഷം ഈ വയർ കണ്ടോ, ഏതെങ്കിലും നെഗറ്റീവും പോസിറ്റീവും നോക്കണ്ട, 2 കാലുമിലേക്ക് ഈ വയർ തൊടിയിച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കാണാം, ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ ഓൺ ആവുന്ന കാണാം. കണ്ടോ? ചാർജിങ് 72%. കണ്ടോ? ചാർജിങ്ങിൻ്റെ സിമ്പിൾ കാണിക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇവൻ നുണ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് തോന്നുമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ചാർജർ സെയിം തന്നെ 220 വോൾട്ട് ഔട്ട്ലെറ്റിൽ ഞാൻ കുത്തുവാണ്. എപ്പോഴും സെയിം സംഭവം തന്നെയാണ്. അപ്പം ബേസിക്കലി ഞാൻ വേറെ സർക്യൂട്ടിൽ ഒരു ചേഞ്ച് ചെയ്തിട്ടില്ല. നമ്മൾ ആ കൂടെ ഈ ഒരു 5 ബാറ്ററിക്ക് ഏതാണ്ട് 62 രൂപ വരെ ആയിരിക്കും. അത്ര നമുക്ക് ചിലവുള്ളൂ. പിന്നെ നമുക്ക് സ്ഥിരം നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യുന്ന ചാർജറും ഉണ്ടെങ്കിൽ നമുക്ക് റോട്ടിലാണെങ്കിൽ എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഫോൺ ചാർജ് ചെയ്യാം. ഗൈസ്, അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും, ഈ ഒരു ബാറ്ററി അല്ലെങ്കിൽ ഈ 5 ബാറ്ററി വെച്ചിട്ട് എത്ര നേരം കൊണ്ട് ഫോൺ ചാർജ് ആവും, അല്ലെങ്കിൽ എത്ര തവണ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. അതിന് ഞാൻ ഉത്തരം പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കണക്ടറാണ് യൂസ് ചെയ്യണേ. വേറെ ഒന്നുമല്ല, എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഇതാകുമ്പോൾ ഒരു ഗ്രൂവ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വയർ കുത്തിക്കയറ്റി വെക്കാം. അപ്പം ഇത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഗ്രൂവിൽ നമ്മുടെ ഒരു ടെർമിനലിൽ ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മൾട്ടിമീറ്ററിൽ കുത്തിയേക്കാണ്. മൾട്ടിമീറ്റർ 10 ആമ്പിയറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. 10 ആമ്പിയറിൽ സെറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രോബ് ഞാൻ ഇതിൻ്റെ പർട്ടിക്കുലർ നെഗറ്റീവിലേക്ക്
നമ്മുടെ ചാർജറിൻ്റെ ഒരു പിന്നിലേക്ക് നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ ഒരു പ്രോബ് കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ ഒരു നെഗറ്റീവ് പ്രോബാണ്. നെഗറ്റീവ് പ്രോബിലേക്ക് നമ്മൾ നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ അടുത്ത് ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മൾട്ടിമീറ്ററിൽ വരുന്ന റീഡിങ് 130 മില്ലി ആംപിയറാണ്, 130 മില്ലി ആംപിയറാണ് വലിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണൊക്കെ ചാർജ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ 130 മില്ലി ആംപിയർ, ഇത് ഒരു ബാറ്ററി എന്ന് പറയുന്നത് 550 മില്ലി ആംപിയറാണ്. അപ്പോൾ ഒരു 3-4 തവണ എന്തായാലും 3-4 മണിക്കൂർ എന്തായാലും നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും ഫോൺ. അപ്പം അതാണ് എൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ ഗൈസ് ഇത് 12 ബാറ്ററി വെച്ചിട്ടുണ്ട്. ഒരു സൂത്രം കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് വന്നതാണ്. ഇതിപ്പം ടോട്ടൽ വോൾട്ടേജ് കാണിച്ചു തരാം. ഗൈസ് ഇതിപ്പോൾ ടോട്ടൽ 12 ബാറ്ററി ഉണ്ട്. നമുക്കിത് 12 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു സൂത്രം കാണിച്ചു തരാം. ഇതിപ്പോൾ വന്നേക്കുന്നത് 113 വോൾട്ട് ഉണ്ട്, 113 വോൾട്ട്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 5 ബാറ്ററി വരുമ്പോൾ 45 വോൾട്ട് വരുള്ളൂ. ഇത് ഏതാണ്ട് 113 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ ഡാഷ് ചാർജർ വർക്ക് ചെയ്യും കേട്ടോ. ഈ ഇത്രയും പറഞ്ഞ വോൾട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാഷ് ചാർജർ കൂളായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ ഡാഷ് ചാർജർ എടുത്ത് കുത്താം. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ഇത് നമുക്ക് പ്രാക്ടിക്കൽ അല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 12 ബാറ്ററി മേടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 160 രൂപയാവും. അത്രയൊക്കെ ചാർജ് ഒരു ഫോൺ ചാർജ് ചെയ്യാൻ നമ്മൾ ചിലവാക്കണോ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചോദ്യം. ബാറ്ററി വരണം വരും, നമ്മൾ പവർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ ചാർജർ എടുത്ത് ഇവിടെ കുത്തുകയാണ്. കണ്ടോ, പവറിങ് ഓൺ. കണ്ടോ, ഇത് ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വേറൊരു കാര്യം ചെയ്യാം. ഇത് വെച്ചിട്ട് ടി വി വർക്ക് ചെയ്യാൻ പറ്റുമെന്നും കൂടെ നോക്കാം. അപ്പോൾ ഗൈസ് ഇതെൻ്റെ എഡിറ്റിംഗ് സെറ്റപ്പാണ്. ഇതെൻ്റെ എഡിറ്റിംഗ് ഡെസ്ക്ടോപ്പും ഇതതിൻ്റെ ഡ്യുവൽ സ്ക്രീനുമാണ്. ഈ സ്ക്രീൻ എന്ന് പറയുന്നത് സോണിയുടെ 32 ഇഞ്ച് ടി വി ആണ്. അപ്പോൾ ഞാനൊരു പണി ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന് ഇതിൻ്റെ താഴത്ത് നിങ്ങൾക്ക് കാണാം പവർ. ഞാൻ ഇതിൻ്റെ പവർ വലിച്ചു വരികയാണ്. ഓക്കെ, ടി വി ഓഫായി. ഇനി ഞാൻ ഈ പവർ എടുത്തിട്ട് നമ്മുടെ ഈ സർക്യൂട്ടിലേക്ക് കുത്താം. ഓക്കെ, ഇല്ല ഗൈസ്, അൺഫോർച്ചുനേറ്റ്ലി ടി വി വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫാമിലി റൂമിലെ ടി വി. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇതിപ്പം ഓഫ് ചെയ്യാം. ഇതിൻ്റെ പ്ലഗ് ഇതാണ്. പ്ലഗ് നമ്മൾ വലിച്ചു വരികയാണ്. ഇതിനിപ്പം കണ്ടോ, ടി വി ഓഫായി. നമുക്കിനി നമ്മുടെ ബാറ്ററി സെറ്റപ്പിലേക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഉണ്ടോ, കൂളായിട്ട് സാധനം ഓണായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഇത് 12 ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ടി വി വരെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ ചെറിയ ടിപ്പ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക. അതായത് ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഫോളോ ചെയ്യുക. കാരണം മിക്കവാറും നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് ചാറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മെയിൻലി ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ്. അപ്പം ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.